കുട്ടാ നമുക്കേ സ്വാമി അച്ഛനെ വീഡിയോ കോള് ചെയ്യണം. അപ്പൊ കുട്ടൻ വന്നേ, നമുക്ക് അച്ഛനമ്മയുടെ അടുത്തേക്ക് പോവാം. ഓക്കേ. ഡിങ്കുവിനെ ചേർക്കണോ? വേണ്ട, വാ. അമ്മേ. എന്താ മോളെ? അമ്മേ, മേഘമലയിൽ നിന്നും സ്വാമി അച്ഛൻ വിളിച്ചിരുന്നു. പുതിയ മരുന്ന് കൊടുത്തിട്ട് കുട്ടൻ എങ്ങനെയുണ്ടെന്ന് അറിയാനാ വിളിച്ചത്. എന്നിട്ട് സ്വാമി അച്ഛനെ കുട്ടനെ വീഡിയോ കോളിൽ കാണണമെന്നും പറഞ്ഞു. നീ എന്നിട്ട് കാണിച്ചു കൊടുത്തോ? ഇല്ല, ഞാൻ കരുതി ആ കോളില് അച്ഛനെയും അമ്മയും കൂടി ഉൾപ്പെടുത്താമെന്ന്. നിങ്ങൾക്കും സ്വാമി അച്ഛനോട് സംസാരിക്കാമല്ലോ, അതുകൊണ്ട് സ്വാമി അച്ഛനോട് ഞാൻ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞു. നമുക്കൊരുമിച്ച് സ്വാമി അച്ഛനെ വിളിച്ചാലോ? അതിനെന്താ, വിളിക്കാലോ. കുട്ടനെ കുറിച്ച് സ്വാമിയച്ഛ എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്കും കൂടെ കേൾക്കാമല്ലോ. അതെ മോളെ, മോള് വിളിക്ക്. ആ ശരി. സ്വാമിയച്ഛ, ഇവിടെ എല്ലാരും ഉണ്ട്, ഞാൻ കാണിക്കാം. നമസ്കാരം. നമസ്കാരം. എവിടെ സിദ്ധുവിനെ ഒന്ന് കാണിച്ചേ. ഹായ്. കുട്ടനെ വ്യക്തമായി കാണാമോ? ഉവ്വ് കാണാം. കുട്ടന് ഞാൻ പറയുന്നത് കേൾക്കാമോ? കുട്ടന് സുഖമാണോ? സുഖ. കുട്ടനോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോ. സിദ്ധുവിനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും എനിക്കിപ്പോ വളരെ പോസിറ്റീവായിട്ടാ തോന്നുന്നത്. സിദ്ധുവിന് നല്ല പുരോഗതി കാണുന്നുണ്ട്. സ്വാമിയച്ഛ, ഞാൻ പറഞ്ഞില്ലേ, കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് കുറെ തവണ ഓർമ്മ തിരിച്ചു കിട്ടിയതാ. പക്ഷെ കിട്ടുന്ന ഓർമ്മകളൊക്കെ അപ്പൊ തന്നെ കുട്ടനിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ മറന്നു പോവാ. ഓർമ്മകൾ ഇടയ്ക്കിടെ തിരികെ കിട്ടുന്നുണ്ടല്ലോ, അതൊരു നല്ല ലക്ഷണമാണ്. ഇപ്പോ മറന്നു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. പതിയെ പതിയെ കിട്ടുന്ന ഓർമ്മകൾ ഉറച്ചു നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഏതായാലും ഇത് നല്ലൊരു ഡെവലപ്മെന്റാ. അസുഖം പൂർണ്ണമായും ഭേദമാകുന്നതിനായി ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുമോ സ്വാമിയച്ഛ? ഏയ്, അധികം കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല. ഏറെ വൈകാതെ തന്നെ സിദ്ധുവിന്റെ അസുഖമൊക്കെ മാറി പഴയ സിദ്ധുവായി തിരികെ വരും. വെളുത്തവാവ് അടുത്തു വരികയാ. ഈ വരുന്ന വെളുത്തവാവ് ദിവസം ഞാൻ എങ്ങനെയും ആ മനോരഞ്ജിത പുഷ്പം അവിടേക്ക് എത്തിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് മനോരഞ്ജിത പുഷ്പം വെച്ച് മരുന്ന് തയ്യാറാക്കിയേക്കാം. അതുകൂടി ഔഷധമായി സേവിച്ചു കഴിഞ്ഞാൽ സിദ്ധുവിന്റെ രോഗം പൂർണ്ണമായും ഭേദപ്പെടും.